ഇപ്പോഴാണ് പിന്നെ ഓണം ഉള്ളത്. പണ്ട് നാടകം കളിക്കുന്ന കാലത്ത് ഓണമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഈ പിള്ളേരൊക്കെ വരുമ്പം അവർക്കൊരു രസം. ഞാൻ എന്തെങ്കിലും ഒരു നടന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആണെങ്കിലും 100% നാടകത്തിൻ്റെ എക്സ്പീരിയൻസ്. അന്നത്തെ കാലത്ത് നാടകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ആവേശമായിരുന്നു. ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ശരി റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ്. കഥാപാത്രത്തെ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപമുണ്ടാകും. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു തലമുട്ടയടിക്കും. പിരിയം വളർത്തണം. പിരിയം വളർത്തി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ രോമമൊക്കെ ഇങ്ങനെ വളർന്നിരിക്കണം. അതിനിടയിൽ കൂടുതലുള്ള ലുക്കൊക്കെ ആകുമ്പോൾ പ്രായത്തിൻ്റെ ശീലമുണ്ടാകും. പിന്നെ ഞാൻ പിരിയം പകുതി പഠിച്ചു, ബാക്കി കുറച്ച് പിരിയമുള്ളൂ. മനഃപൂർവ്വം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കല അകന്നു പോകും. അത് മൂടിപ്പൊതിഞ്ഞ് പറയുമ്പോഴാണ് അതിനകത്ത് കലയുള്ളൂ. അച്ഛനാണോ മകനിലെ അഭിനേതാവിനെ കണ്ടെത്തിയത്? ഞാൻ അഭിനയം തുടങ്ങിയിട്ട് ഇപ്പോൾ 55 വർഷമായി പ്രൊഫഷണലായിട്ട് ഒരു ആക്ടറായിട്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആരെയും കണ്ടില്ല, എനിക്കൊരു പരാതിയില്ല, എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ എൻ്റെ മരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയല്ലേ. എന്താ അറിയോ, ഇപ്പൊ ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. എങ്ങനെയൊക്കെ ഒരു കാലത്ത് സ്ത്രീ പ്രേക്ഷകരെല്ലാം ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്. ഒരു കാലത്തല്ലേ ഇപ്പോഴും. അല്ല അതുകൊണ്ടല്ലേ നമ്മളൊക്കെ നിൽക്കുന്നത് ഇപ്പോഴും. നമസ്തേ. ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് കോട്ടയം ജില്ലയിലെ ഒളശ്ശയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളോടൊപ്പമുള്ള അതിഥി നാടകാചാര്യൻ NN പിള്ളയുടെയും ചിന്നമ്മയുടെയും മകനായ നടൻ വിജയരാഘവനാണ്. അഭിനയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വിജയരാഘവനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത്. ആദ്യം എല്ലാവരും സ്നേഹത്തോടെ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ വിജയരാഘവനിലേക്ക് പോവുകയാണ്. ദേവിക, എല്ലാം പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ കാണേണ്ട അദ്ദേഹത്തെ എത്ര നാളായി നമ്മൾ കാണുന്നു, ഒരു മാറ്റവും ഇല്ല അല്ലെ. ഇത്രത്തോടെ നമുക്ക് പ്രായം പറയാൻ പറ്റില്ല എങ്കിൽ പോലും. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചതാണ്, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? കാരണം എല്ലാ നമ്മൾ ട്രൗസറിട്ട് നടക്കുന്ന സമയത്തും ഇതുപോലെയാണ്, ഇപ്പോഴും ഇതുപോലെയാണ്. വയസ്സ് പ്രേക്ഷകർ അറിയിക്കുന്ന 75 വയസ്സുകാരനാണ് ഈ 51കാരൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആദ്യം പറഞ്ഞ് തിരുത്തം 50 വർഷമായിരുന്നല്ലേ. ഞാൻ അഭിനയം തുടങ്ങിയിട്ട് ഇപ്പോൾ 55 വർഷമായി പ്രൊഫഷണലായിട്ട് ഒരു ആക്ടറായിട്ട്. ഞാൻ 1970 22-ാം വയസ്സിലല്ലേ? അല്ല, 70-ലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അത് പ്രൊഫഷനായി. ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അന്നാണ്. അതായത് നാടകം 22-ാമത്തെ വയസ്സിൽ സിനിമയിലേക്കാണ്. 73-ലാണ്. അപ്പോൾ സിനിമയിൽ 50 ആണ്ട്. സിനിമയിൽ 52ആയി. 52. ഓക്കെ. അതെ. പക്ഷേ 73 അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10 വർഷത്തേക്ക് സിനിമകൾ അഭിനയിച്ചില്ല. ഞാൻ നാടകം മാത്രമായിരുന്നു. അന്ന് നാടകത്തിന് അത്രമാത്രം ഒരു എന്തൊരു വിലയുണ്ടായിരുന്നു. അന്ന് നാടകം കാണാൻ വേണ്ടി ചുമ്മാതെ വരികയല്ല, ടിക്കറ്റ് വെച്ചാൽ 250 രൂപ, 100 രൂപ, 50 രൂപ, 5 രൂപ വരെ ഉണ്ടാവും ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാണ് നാടകം കാണാൻ വേണ്ടത്. അന്നത്തെ കാലത്ത് നാടകം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ആവേശമായിരുന്നു ആൾക്കാർക്ക്. അത് സിനിമ പോലെയല്ല, അത് സാമൂഹ്യ വിമർശനങ്ങളുണ്ടായിരുന്നു. അത് ജനാധിപത്യ ബോധം പ്രേക്ഷകരുണ്ടാകത്തക്ക രീതിയിലുള്ള വിഷയങ്ങളും കൂടെ ആയിരുന്നു. പിന്നെ നാടകൃത്തുകൾ അതുപോലെ അച്ഛൻ മാത്രമല്ല, ഗോവിന്ദ് ഭാസ്ചേട്ടൻ, അമ്മാരി അസൽമന സദാനന്ദൻ, KT മുഹമ്മദ്, അച്ഛന് PJ ആൻ്റണി, പിന്നെ തിക്കൊടിയ മാഷ്, അങ്ങനെ പ്രഗത്ഭരായ എത്രയോ നാടകകൃത്തുക്കൾ, കൊടുങ്കുന്ന വർക്കി സാറ്, അങ്ങനെ ഒരു വലിയ നാടക ആചാര്യന്മാർ. പിന്നെ ട്രൂപ്പുകളോ, ഗീതാസ്കമ്പ് ചാച്ചപ്പൻ, അത് നാടകത്തല്ല, പക്ഷെ നല്ലൊരു സംഘാടകനായിരുന്നു. ചാച്ചപ്പൻ ചേട്ടൻ, കാളിദാസ കലാകാരൻ ഓമാധവൻ ചേട്ടൻ, കാളിദാസ കലാകാരൻ KPSC, ഞങ്ങളെ വിശ്വകേരള കലാസഭ, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ്, അങ്ങനെ ഇന്ന് വേണ്ട ഒരു 10-50 നാടക ട്രൂപ്പുകളുണ്ട്. അതിലേറ്റവും കുറഞ്ഞ ഒരു വർഷം ഒരു 10-25 നാടകമെങ്കിലും നല്ല നാടകങ്ങളായിരുന്നു.
എല്ലാ ദിവസവും അന്ന് കേരളത്തിൽ ഫൈനാൻസ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രം 30-32 ഫൈനാൻസ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ആക്ട്, പാസ്, ഇങ്ങനെ പല പേരിൽ. അവരൊക്കെ എല്ലാ മാസവും ഓരോ പ്രോഗ്രാം വെച്ച് അവതരിപ്പിക്കും. അപ്പോൾ ഒരു 10,000 സൊസൈറ്റി എന്ന് വിചാരിച്ചു വന്നാൽ ചെയ്യേ 12,000 സ്റ്റേജസ് ആയി. അപ്പോൾ അത്യാവശ്യം എല്ലാ ദിവസവും കളിക്കാൻ മാത്രം സ്റ്റേജ് ഉണ്ട്. ഇതെല്ലാം ടിക്കറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇതില്ലെങ്കിൽ പല നാടക കമ്പനികളും ഈ ഓപ്പൺ എയർ കളിക്കാറുള്ളൂ. അച്ഛൻ അങ്ങനെ ഓപ്പൺ സ്റ്റേജിൽ അങ്ങനെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് കളിച്ചിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അച്ഛൻ പറയുന്ന നാടകം കാണാനൊരു കൃത്യ ഒരു 10,000 പേര്, അതിൽ കൂടുതൽ. അച്ഛൻ്റെ ചില നിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് നാടകം കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് കേൾക്കല്ലേ, എന്തൊക്കെയോ കേൾക്കാം. പിന്നെ വലിയ ശബ്ദം, അമ്പലത്തിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോഴേ മറ്റു പല ഇൻട്രസ്റ്റിലും ആൾക്കാർ വരുന്നത്. ഉത്സവം കാണാം, ആനയെ കാണാൻ, ചെണ്ടമേളം കേൾക്കാം, പിന്നെ ചിന്തിക്കട സാധനങ്ങൾ വാങ്ങാം, അതിൻ്റെ കൂടെ നാടകം കാണാം. അങ്ങനെ കാണേണ്ടതല്ല നാടകം എന്നൊരു കുറച്ച ബോധമുള്ള ഒരാളായിരുന്നു വെച്ചാൽ. അതുകൊണ്ടായിരുന്നു തോന്നുന്നു. ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു കരുത്ത് അത് സിനിമാ മേഖലയിൽ വലിയൊരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും ഒരു നടന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആണെങ്കിലും 100% നാടകത്തിൻ്റെ എക്സ്പീരിയൻസാണ്. അതൊരു 10-30 ദിവസമെങ്കിലും റിഹേഴ്സൽ കാണും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എൻ്റെ മാത്രമല്ല, പലർക്കും പല പല കഥാപാത്രമുണ്ടല്ലോ, അവർക്കൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കും. അച്ഛൻ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ ആ കഥാപാത്രം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതെന്ന് അച്ഛൻ്റെ രീതി. അയാൾ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, അയാളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെ 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 ഇപ്പം ഈ 60 വയസ്സുള്ള അയാൾ എങ്ങനെയായി ഇങ്ങനെ, അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കും ഓരോ ക്യാരക്ടേഴ്സിനും. അപ്പോൾ പൊട്ടനാണെന്ന് വെച്ചു, പൊട്ടനാണെങ്കിൽ പോലും പൊട്ടൻ എങ്ങനെയാണ് ജനിച്ചത്, അവൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛൻ ഉപേക്ഷിച്ച് പോയി, അമ്മ മാത്രമായിരുന്നു, അമ്മ അവന് ജീവനായിരുന്നു, പക്ഷെ അമ്മ ഒരു അവസരം നഷ്ടപ്പെട്ടു, പിന്നെ വേറെ ആളെ വളർത്തി, ഇങ്ങനെയുള്ള കഥകളില്ലേ. ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മൾ അതാണെന്ന് പോലെ ആ ഒരു വിശ്വസിപ്പിക്കൽ നടന്മാരിലുണ്ടാക്കും അച്ഛൻ. എന്നിട്ട് ഈ പറഞ്ഞ നമ്മളൊരു വക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ തള്ളിയിരുന്ന പോലെ പിന്നെ നമ്മൾ അതിനകത്തോട്ട് വീഴുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് എല്ലാ നടന്മാർക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എനിക്കും എൻ്റെ കഥാപാത്രത്തിനും അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇങ്ങനൊരു ആ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. അച്ഛനാണോ മകനിലെ അഭിനേതാവിനെ കണ്ടെത്തിയത്, അതോ സ്വന്തം താല്പര്യപ്രകാരം എനിക്ക് അഭിനയിക്കാൻ പറ്റും ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണോ അഭിനയിക്കാൻ? എനിക്കൊന്നും അറിയാത്ത 7 വയസ്സുള്ളപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. അത് നടനാണോ അഭിനയമാണോ ഒന്നും അറിയാൻ മേലാത്തൊരു കാലത്ത് ഞാൻ നടത്തി വന്ന് പെട്ടതാണ്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ പിന്നെ അത് സംശയമില്ല. ഞാൻ എന്തും ഈ അങ്ങനെ തുളച്ച് പണ്ട് അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ എൻ്റെ കൊച്ചത്തെ ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞ് നോക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എനിക്കും പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ എന്നോട് പറയുമ്പോൾ ശരിക്കും പെട്ടെന്ന് ചില കാര്യങ്ങൾ കിട്ടും. അത് എങ്ങനെ കിട്ടുന്നത് എനിക്കറിയാൻ മേല. അത് ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വഴിയെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് അറിയാതെ എന്നിലേക്ക് ഇങ്ങനെ ചില അംശങ്ങൾ കിട്ടും. അത് ആ പല അംശങ്ങൾ കൂടിയ ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. നമ്മൾ പല അംശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക. ഞാൻ കഥാപാത്രമാകല്ല, ഇതിലെ കഥാപാത്രത്തെ ഞാൻ എത്തിക്കുകയാണ് ഞാൻ എന്ന ക്യാൻവാസിലേക്ക്. അതാണ് എൻ്റെ ഒരു രീതി. അത് ശരിക്കും നാടകത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ്. ആദ്യകാലത്ത് ഈ വില്ലൻ വേഷങ്ങൾ ഒരുപാട് ചെയ്തിരുന്നില്ല. നമുക്ക് തോന്നുന്നു ഏറ്റവും മുഷിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ നൽകിയൊരു വ്യക്തി കൂടി. വില്ലനായി അഭിനയിക്കുമ്പോഴും അതിൽ ഒളിഞ്ഞിരിക്കുന്ന നർമ്മമുണ്ട്. ഇപ്പം റാംജി റാവു ഒക്കെ അതൊരു മോക്കറിയാണ്. റാംജി റാവു ഇപ്പം വലിയ സീരിയസ്നെസ് കൂടുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. അപ്പോൾ അത് സാധാരണ കവിഞ്ഞ് സീരിയസ് ആവില്ലേ. അപ്പോഴാണ് ഇവൻ മൂത്രമൊഴിച്ചോണ്ട് നിൽക്കുകയാണ്. ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ സിബിന്റെ ഒച്ചയാണ്. ഓഫ് ചെയ്തു. അപ്പോൾ ഇവൻ എന്ത് മണ്ടനാണ്. അതിനകത്താണ് ആ ഇൻകോൺഗ്രിവിറ്റി മേക്സ് കോമഡി. അസാംഗത്യമാണല്ലോ ആ ഡയലോഗ് അല്ലേ ഇപ്പോഴും. അത് അതെ ചർച്ച ചെയ്യപ്പെടുകയല്ലേ. അത് ഞാൻ പറയുന്നത് അത് ശബ്ദം കൊണ്ടുള്ള കളിയാണ്. അങ്ങനത്തെ ഇപ്പം വേറൊന്നും പറയും നടേശ കൊല്ലണ്ടെന്ന് അത് അതുകൊണ്ടാ. അല്ലാതെ ഇപ്പം ഒരാൾക്ക് അടി കൊടുത്തിട്ട് പൊടാന്ന് പറയുമ്പം അവൻ്റെ കൂട്ടുകാർ പറയണം അടിച്ച് പിരുത്തേക്കവന്മാർ എന്നാണ് പറയുന്നത്. നടേശ കൊല്ലണ്ട എന്നാ ശരിക്കും. പക്ഷെ നടേശ കൊല്ലണ്ട പ്രയോഗിക്കുന്ന രീതി. അതുകൊണ്ടാണ് ആ ചിരി ഉണ്ടാവുന്നത്. വാക്കുകൾക്ക് അർത്ഥമില്ലല്ലോ, നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് അർത്ഥം. തീർച്ചയായും അതെ. എനിക്ക് തോന്നുന്നു ഈ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകൾ ഇന്ന്
അത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് കണ്ടിരുന്ന കുറേ സിനിമകൾ ഒരു 200 തവണയെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടാകും എന്ന് പറയും. പ്രത്യേകിച്ച് CID മൂസ പോലെയുള്ള സിനിമകൾ അങ്ങ് അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. വളരെ രസകരമായ ഒരു മൂവിയായിരുന്നു. അതിന്റെ സെറ്റ് മാത്രത്തോളം രസകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ TV പല ചാനലുകാരും പറയാറുണ്ട്. ഇപ്പൊ ഇപ്പോഴും കിലുക്കം, CID മൂസ, പിന്നെ പിന്നെ സന്മനസ്സിലൊക്കെ സമാധാനം, കിരീടം, അങ്ങനെ കുറെ പടങ്ങൾ ലിസ്റ്റ്, ന്യൂഡൽഹി, റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. പ്രിയൻ്റെ പടങ്ങളുണ്ട്, ജോഷിയുടെ പടം. ഇതിപ്പോഴും ആൾക്കാർ കാണാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ട്. അത് അങ്ങനത്തെ കുറേ സിനിമ, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള സിനിമ. മാത്രമല്ല ഇന്ന് നമുക്ക് ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് സാധനങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത്തരം സംഭവങ്ങൾ, ഹാസ്യങ്ങളിൽ പോലും അത്തരം സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. കാരണം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയുള്ള മനുഷ്യരും ഈ സമൂഹത്തുണ്ട് എന്ന് കാണിക്കുന്നു. ഇന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഒരു മനഃപൂർവ്വം ഒരു രാഷ്ട്രീയം, ഏത് രാഷ്ട്രീയമാണെങ്കിലും മനഃപൂർവ്വം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കല അകന്നു പോകും. അത് മൂടിപ്പൊതിഞ്ഞ് പറയുമ്പോഴാണ് അതിനകത്ത് കലയേ ഉള്ളൂ. എന്തിനും ഫ്ലാറ്റായിട്ട് പറയുമ്പോൾ പാംഫ്ലെറ്റ് റീഡിങ് ആണ്. പാംഫ്ലെറ്റ് വായിച്ചാൽ ഒരു പ്രസ്ഥാനത്തെ പറ്റിയുള്ള പാംഫ്ലെറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു ഉപദേശം ഒന്ന് പ്രസംഗിച്ചാൽ നമുക്ക് എന്താ തോന്നുന്നത്? പക്ഷേ ആ ആശയം ഒരു വളരെ പൊതിഞ്ഞൊരു കഥാപാത്രത്തിലൂടെ അയാളുടെ ജീവിതത്തിലൂടെ പറയുകയാണ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും, ആ ആശയം എത്തും. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മൈതാന പ്രശ്നമാകും. അതൊരിക്കലും നാടകത്തിനോ സിനിമയ്ക്കോ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസമാണ്. അങ്ങനെ ഒരു പ്രൊപ്പഗൻഡയാണ്, പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗൻഡയാണ്. അതൊരിക്കലും യഥാർത്ഥ കലയായിട്ട് ബന്ധപ്പെടുത്തിയാൽ അവിടെ കൂടിച്ചേരുകയല്ലത്, അകന്നു നിൽക്കുന്നത്. അത് അറിയാതെ പറയുന്നതായിരിക്കണം. മനസ്സിലായോ? അത് പറയുന്ന രീതിക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയാണ് അല്ലേ ഒരു ബ്രേക്ക് ആവുന്നത് അല്ലേ? ന്യൂഡൽഹി മുതലാണ് ഞാൻ പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം അഭിനയിച്ച സുറുമയിട്ട കണ്ണുകൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, ആ സിനിമ അന്ന് ഓടിയ സിനിമ. എനിക്ക് ആദ്യമായിട്ടൊരു മറ്റൊരു ഇത് മൊമെൻ്റോ അത് കിട്ടുന്ന അതിനാണ് 50 ദിവസം 100 ദിവസമായിട്ട് ഓടി. അത് പിന്നെ ഉയരിഞ്ഞ നാടകം ചന്ദ്രകുമാറിൻ്റെ കുറേ പടങ്ങളിൽ അഭിനയിച്ചു. PG വിശ്വമ്പൻ്റെ പിൻനിലാവ്, ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, അങ്ങനെ കുറേ സിനിമകൾ ഞാൻ അഭിനയിച്ചു. ആ സമയത്താണ് ന്യൂഡൽഹി. പക്ഷേ ന്യൂഡൽഹി മുതൽ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ മറ്റത് ഞാൻ നാടകം കളിക്കും. ഇടയ്ക്ക് നാടകം വിട്ടിട്ടുള്ള കളിയല്ല. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ പിടി കിട്ടാതെ അവിടെ വിടുന്നത് ശരിയല്ലല്ലോ. ഞാൻ തനി പ്രൊഫഷണലാണ് ആ കാര്യത്തിൽ. ഇപ്പോഴും ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ നിങ്ങൾ പറഞ്ഞില്ല പ്രായമൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ രാത്രി എത്ര സമയം വേണമെന്ന് ഷൂട്ട് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ ബുദ്ധിമുട്ട് രാത്രി നമ്മൾ കഴിയുന്ന നേരത്തെ വിട്ടാൽ കൊള്ളാം. പക്ഷെ എന്നാൽ വേണ്ടി വന്നാൽ നിൽക്കും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഓരോ പ്രൊഫഷണല്ല, അതിൻ്റെതായ രീതിയില്ലേ. ഓണക്കാലം പൂക്കാലമാണ് അല്ലേ? ആ പൂക്കാലമാണ് ഈ ഓണനാളിൽ. അതെ, മലയാള സിനിമയ്ക്ക് പൂക്കാലം എത്തിച്ചു കൊടുത്ത ഒരു വലിയ പ്രതിഭയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. പൂക്കാലത്തിലെ ഇട്ടൂപ്പ് എങ്ങനെ ഈ 100 വയസ്സ് ഉള്ള ഒരു വൃദ്ധനെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ സാധിച്ചത്? നേരത്തെ തന്നെ ചെറുപ്രായത്തിൽ വൃദ്ധന്റെ റോള് അഭിനയിച്ചിരുന്നു അല്ലേ നാടകത്തില്. പക്ഷെ ഇതിന് ഒരുപാട് എഫേർട്ട് എടുത്തില്ലേ? ഈ എഫേർട്ട് എന്നുള്ള വാക്ക് ഒരിക്കലും അഭിനയത്തിന് ചേരുന്നല്ലെന്ന് എൻ്റെ വിശ്വാസം. അയത്നലളിതമായിട്ടുണ്ടാവേണ്ട സംഭവം അഭിനയം. ഈ ഇതുപോലെ പപ്പുവേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ തോന്നുന്നതാണ്. പപ്പുവേട്ടൻ അഭിനയിക്കാൻ തോന്നില്ല, അങ്ങനെ അതായിത്തീരുക എന്ന് പറഞ്ഞ പോലെ അവസ്ഥയുണ്ട്. അത് ഈ പറഞ്ഞ എത്ര വയസ്സുള്ള ഒരാളെന്ന് ഇപ്പം നമുക്ക് കുത്തു കൊണ്ടുവന്ന രംഗം നമ്മൾ അഭിനയിക്കുന്നു. ഇതിന് മുമ്പ് കുത്തു കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ നമ്മളെ ഒന്നിലും നമ്മളെ കൊതു കുത്തി കാണും, അല്ലെങ്കിൽ പെട്ടെന്ന് പിച്ചാതിന് മുന്നേ നമ്മുടെ കയ്യെ കൊണ്ട് കാണും. അപ്പോൾ അറിയാം വേദന. ഇതിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും ഒരു കുത്തു കൊള്ളുകയാണെങ്കിൽ. പക്ഷെ ശരിക്കും ജീവിതത്തിൽ കുത്തു കൊണ്ടാൽ കുത്തിയൊന്നും അറിയില്ലെന്ന് പറയുന്നത്. ഇടിച്ച പോലെ തോന്നുള്ളൂ. കുറെ കഴിഞ്ഞ് ചോരയൊക്കെ വരുമ്പോഴാണ് എപ്പോഴാണോ പിന്നെയാണ് പെയ്യുന്നുള്ള സംഭവം ഉണ്ടാവുക. സിനിമ കാണിക്കാൻ കൊള്ളില്ല, സിനിമ കാണിക്കാൻ വിശ്വസിക്കില്ല ആൾക്കാർ. കണ്ടോ കുത്തു കൊണ്ടിട്ട് അവൻ മിണ്ടാതെ നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും ജീവിതത്തിൽ അങ്ങനെയാണ്. പക്ഷെ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുത്തും കൊണ്ടൊന്നും വേദന അത് നല്ല ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഇതിന് അതാണ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു പറയുന്നത്. ഇട്ടുപ്പായിട്ട് മാറാൻ എനിക്ക് കഥാപാത്രത്തെ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപം ഉണ്ടാകും. ഒരു ചിത്രകാരനൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ചില നിരസിനോട് സംസാരിച്ച് പോയി എന്നിട്ട് ബാക്കി ഭംഗിയാതെ വരത്തിൽ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയിരിക്കും. അത് അയാളുടെ മനസ്സിൽ പതിയുന്നുണ്ട്.
ആ രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത് വായിക്കുമ്പോഴേ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപം ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു തലമുട്ടയടിക്കും, പിരിയം വളർത്തണം. പിന്നെ ആ നോട്ടമൊക്കെ ഈ പിരിയം വളർത്തി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഈ രോമമൊക്കെ ഇങ്ങനെ വളർന്നിരിക്കണം. അതിനിടയിൽ കൂടുതലുള്ള ലുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രായത്തിൻ്റെ ഫീലുണ്ടാകും. പിന്നെ ഞാൻ പിരിയം പകുതി പഠിച്ചു, ബാക്കി കുറച്ച് പിരിയേ ഉള്ളൂ. പിന്നെ അങ്ങനെ രൂപം ഏകദേശം ഒരു നമ്മുടെ മനസ്സിൽ. പിന്നെ ബോഡി ലാംഗ്വേജ് ഒരു നട്ടലിലൊക്കെ വളയും, ചിലപ്പം പുറകോട്ട് വളയുന്നവരുണ്ടാവാം. പക്ഷെ എനിക്ക് സൗകര്യം മുന്നോട്ട് വളയുന്നവരാണ്. നമ്മുടെ ബോഡിക്കും കൂടെ പറ്റുന്നതായിരിക്കണം. പുറകോട്ട് മുളഞ്ഞ് വയസ്സനായിട്ട് വേണം അഭിനയിക്കായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും പ്രേക്ഷകർ. പുറകോട്ട് വളയുമ്പോൾ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഇതാകുമ്പോൾ അത്ര സ്ട്രെയിൻ ഫീൽ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കയ്യർ പ്രകടമായിട്ടൊരു പ്രായത്തിൻ്റെ എന്തെങ്കിലും കാണിക്കണമല്ലോ, അപ്പോൾ അത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ ഇത് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 2 പേരിലിങ്ങനെ വരയ്ക്കുന്ന ഒരാളെ കണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല കൂടി, ഇങ്ങനെ ഈ 2 പേരിലിങ്ങനെ. പക്ഷെ എനിക്ക് ഈ പേരിലിങ്ങനെ അനങ്ങുകയില്ല ഈസി ആയിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ പേരിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഞാൻ പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചു എങ്ങനെയായിരുന്നു ഇത് നെർവസ് സിസ്റ്റത്തിൽ വന്നാൽ ഉറക്കത്തിലുണ്ടാകില്ല. അത് ഈ പാർക്കിൻസൺസ് രോഗമില്ലേ, അതിനാണെങ്കിൽ ഉറക്കത്തിനും ഈ മൂവ്മെൻറ്റ് ഉണ്ടാകും. നെർവസ് സിസ്റ്റത്തിനാണെങ്കിൽ അങ്ങനത്തെ രോഗങ്ങളാണെങ്കിൽ വരില്ല. ഇങ്ങനെയൊക്കെ ചില ചോദിച്ചൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അതെനിക്ക് പിന്നെ ബലമുള്ള സ്ഥലത്ത് പിടിച്ചായില്ല. പേപ്പറൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് ഇല്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളതിനെ ഫീഡ് ചെയ്യും. പിന്നെ ഞാൻ ഹസ്ബൻഡ് അടുത്തോടൊക്കെ പറയണം, ചിലപ്പം മറന്നു പോകുമോ, ഞാൻ മറക്കില്ല. എല്ലാം ഇങ്ങനെ ഒറ്റ ഷെഡ്യൂളിൽ തീർന്നു അത് അല്ലേ, അല്ലാതെ പറ്റില്ലല്ലോ ഈ വേഷം കെട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഒരു രാവിലെ ആയിട്ട് വെയിറ്റ് കുറച്ചു, ഒരു 10-11 കിലോ കുറച്ചു. അത് ഞാൻ പിന്നെ അപ്പോൾ കുറച്ചൊക്കെ ക്ഷീണിച്ചു നല്ലോണം. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് ഇങ്ങനെ ലൂസാക്കും, മസിൽസ് ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ പിന്നെ സംസാരിക്കുന്നില്ല. അത് കുറേ കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ ഈ ചുളിവൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോഴേ പിന്നെ ഞാൻ വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും. പക്ഷെ എൻ്റെ മനസ്സിലൊന്നുമില്ല, മനസ്സിൽ ഇതങ്ങനെ തീർന്നിട്ട് ഇത് അതല്ല ഞാൻ പറയാം. മെൻ്റലി അല്ല, ഫിസിക്കലി ഞാൻ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തു. അല്ലെങ്കിൽ ഈ മസിൽസ് നമ്മൾ വീണ്ടും പഴയ എൻ്റെ ഇതിലേക്ക് വരും. അതല്ല ഇതങ്ങ് ലൂസായി മൊത്തത്തിൽ കാണുന്ന എല്ലാം ലൂസാകും. അപ്പോൾ കാഴ്ചയും നോട്ടത്തിലൊക്കെ അത് കിട്ടും. അതാണ് എൻ്റെ ഒരു പണി. അല്ല, ഈ ഒരു കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയാൽ കുറച്ചു കാലം അതിന്റെ ഒരു അല്ല സാധാരണ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. തീർന്നു ആക്ഷൻ ശരി റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ്. എനിക്ക് സമയം അറിയാം. അതിൻ്റെ ഒരു ബ്രീത്ത് ഉണ്ട്. അപ്പോൾ അത്രയും മതി. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ശ്വാസം എന്നുവെച്ചാൽ എൻ്റെ ശ്വാസഗതി പോലും ഞാൻ അതിൻ്റേതുപോലെ ആക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം കാത്തിരിക്കുന്ന കാര്യമില്ല. ഇത് കഴിഞ്ഞാൽ കട്ടന്ന് നന്നേ തീരുള്ളൂ. പിന്നെ അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ അങ്ങനെ സെറ്റിൽ തീർന്നു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. വീട്ടിലേക്ക് എൻ്റെ അടുത്ത നിമിഷമില്ല. അങ്ങനെയാണെങ്കിൽ ചില പ്രണയം തോന്നുന്നു, കൂടെ അഭിനയിച്ച് പ്രണയം തോന്നുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടാത്ത കുഴപ്പമില്ല. അല്ല, അത് ചേച്ചി ഉണ്ടല്ലോ, നല്ല ചേച്ചിയെ ഓർത്തിട്ടൊന്നുമില്ല. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും കാണല്ലേ, അവല്ല അവർക്കൊരു കാമുകെന്നാണല്ലേ നമ്മൾ പറയുന്നതിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞത് തോന്നിക്കൊണ്ടല്ലോ. ഒരു കാലത്ത് സ്ത്രീ പ്രേക്ഷകരെല്ലാം ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്. ഒരു കാലത്തല്ല, ഇപ്പോഴും. അല്ല, അതുകൊണ്ടല്ലേ നമ്മളേക്ക് നിൽക്കുന്നത് ഇപ്പോഴും. പ്രേക്ഷകനാണ് നമ്മളെ നിലനിർത്തുന്നത്. ബിബി ഇത്രയും വർഷം ഞാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ എന്താ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ എന്നെ പ്രൊഡ്യൂസർ വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് ചേട്ടൻ അത് പുള്ളി അവർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നൊരു തോന്നലല്ലേ. ആ കാലഘട്ടത്തിലെ ഒരു നായകൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും, എപ്പോഴും ആ സ്ത്രീ പിന്നാലെ നടക്കും. അങ്ങനെ പ്രണയിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ല, ക്രിമിനലുകൾക്കാണ് ഇപ്പൊ പിന്നെ മാർക്കറ്റ് ക്രിമിനലുകൾക്കാണ് പ്രസിദ്ധ ഗുണ്ടകളെയൊക്കെ കല്യാണം കഴിച്ചത് ഡോക്ടർമാര്. വലിയ കള്ളനുണ്ടായിരുന്നുണ്ട്. ഞാൻ ന്യൂഡൽഹി ഷൂട്ടിങ് വന്നപ്പം ട്രിവാൻഡ്രത്ത് പുള്ളി ഒറ്റയ്ക്ക് സെല്ലിട്ടിരിക്കുക, ജോസ് എന്ന് പറഞ്ഞ പേര്, ക്യാപ്റ്റൻ ജോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 4-5 കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്ത്രീകളായിട്ട് ഉണ്ട്.
എന്നാൽ തോന്നുന്നത് ഡോക്ടറാണ്. ആ പറഞ്ഞ ശരിയായില്ലേ? അതെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പുറകെ പോകുന്നത്. അവരുടെ ആരാധന പോകുന്നതാണ്. വില്ലന്മാരും പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട്. കുറേ നാള് വില്ലൻ കഥാപാത്രം. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല വില്ലൻ, ഞാൻ അങ്ങനെ ഒരു കഥാപാത്രം വില്ലനെന്നോ അല്ലെ ഹാസ്യ കഥാപാത്രമൊന്നും വെച്ചിട്ടല്ല എൻ്റെ അപ്രോച്ച്. ഞാൻ എന്നെ കാണുന്ന വെച്ചാൽ അയാളങ്ങനെയാണ്, അയാളെന്തുകൊണ്ട് അങ്ങനെയാണ്, അയാൾ എന്തുകൊണ്ട് അങ്ങനെയായി, അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഒരു വില്ലൻ അവൻ എൻ്റെ അച്ഛനെ അല്ലെ എന്നെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവൻ എന്നെക്കാൾ കുറച്ച് എടുക്കണം, എന്നാൽ ഞാൻ അവനെ ശരിയാക്കും എന്നൊക്കെ ബോധം. അതായിരിക്കും ബേസിക് ഒരു കഥ കാണാം. ആ കഥ എൻ്റെ മനസ്സിലേക്ക് ഞാൻ വരും. അപ്പം പിന്നെ എനിക്ക് എൻ്റെ നോട്ടവും ഭാവവും ഒക്കെ അതായിരിക്കും. അല്ല ഞാൻ വില്ലനായിട്ട് ഇങ്ങനെ പണ്ട് ചില കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുക, ചോപ്പിച്ച കണ്ണും പിരിച്ച മീശയും, അതൊന്നും അല്ല. നമ്മുടെ ലുക്കിലൊക്കെ ഉണ്ടാവണത് ഇതിലങ്ങനെ ആയിരുന്നു എന്നെന്തെങ്കിലും തോന്നിപ്പിക്കുന്നത് മതി. ഒറ്റ ഷോട്ടിലൊക്കെ നമുക്ക് തോന്നിപ്പിക്കാൻ പറ്റും. നിസ്സാരമായിട്ട് ഒറ്റ ഷോട്ട് കൊണ്ട് തോന്നിപ്പിക്കാം. പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറഞ്ഞു, അതിനകത്ത് എന്നെപ്പറ്റി പറഞ്ഞു. അപ്പാപ്പൻ പണ്ട് ഭയങ്കര ആളായിരുന്നു കൊച്ചുമോൻ പറയുന്നുണ്ട്. അല്ലാതെ ഇയാളെ പറ്റി എല്ലാ അട്രോസിറ്റീസ് ഒന്നും ആരും പറയുന്നില്ല. പക്ഷേ ഇയാൾ അതിന് മുമ്പ് ഒരു സീനിൽ ഈ ചെമ്പൻ വിനോദ് വന്നിട്ട് എന്നെ പറയും, കണ്ടോ കള്ളനാ, വളരെ കള്ളൻ്റെ ചിരി കണ്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ നോക്കുവനെ, ഇങ്ങനെ ചെറിയ ചിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോട്ട് വൈഡ് ഷോട്ട് എടുത്തു. അപ്പം ജോഷി വന്ന് നിൻ്റെ ആ ക്ലോസ് എടുക്കാം, അതിൻ്റെ ക്ലോസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജോഷി അതിൻ്റെ ആ ഷോട്ട് തന്നെ ക്ലോസ് എടുത്തു. ഭയങ്കര ഇമ്പാക്റ്റാണ്. എന്ന് വെച്ചാൽ അയാൾ ഇതൊക്കെ ചെയ്യുന്ന അവസാനം ഇവനെ കുത്തുന്നില്ലേ, അയാളത് ചെയ്യുന്നവനാണെന്ന് തോന്നലുണ്ടാകുന്നത് ആ ഒരു അതിന് മുമ്പുള്ള ആ ഒരു ഒറ്റ ഷോട്ടിലാണ്. അല്ലാതെ ക്ലബ് എന്നൊരു മൂവിയിലും ഇത്തരം സീൻസ് ക്ലോസ് ഷോട്ടുകൾ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. കാരണം ഓരോ എക്സ്പ്രഷൻസ് അതുണ്ടാക്കിയ ഒരു ഓളം അതല്ലേ ആൾക്കാർ പറഞ്ഞില്ലേ പാപ്പൻ ഇങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ പുള്ളി ആഗ്രഹിച്ചിരുന്നു എന്നാ. അതൊക്കെ അന്നേരം അത് ചിലപ്പോൾ രണ്ടാമത് നമ്മൾ അഭിനയിക്കാൻ പറഞ്ഞാൽ കിട്ടില്ല. അതിൻ്റെ ആ സ്പോണ്ടൈനിറ്റി പിന്നെ ആ ഷൂട്ടിങ്ങും ഭയങ്കര രസമായിരുന്നു. ഇയാൾ ആഷിഖ് അബു അയാൾ ഭയങ്കര ബ്രില്യൻ ഫിലിം മേക്കറാണ്. നമ്മളെല്ലാം ഒന്നായിട്ടിരിക്കുന്നു. അത് അവിടെ കാരവനൊന്നും കയറില്ല, അങ്ങനത്തെ ഒരു ടോപ്പാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ മുറികളും 2 മുറികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങളെല്ലാം അവിടെ തന്നെയാണ്, രാമോ ഞാനും മറ്റേ പോത്തൻ, പിന്നെ പെണ്ണുങ്ങളവിടെ വരും. നോണ പറച്ചിലും കളിയാക്കലും കുശുമ്പും ഒക്കെ അങ്ങനത്തെ രസമില്ല. നമ്മളൊരു അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര രസമുണ്ട്. അത് ആ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു വലിയ ഗുണമാണത്. ഇപ്പം നമ്മൾ പലപ്പോഴും കാരവനിൽ പോയിരിക്കും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അത്തരം സെറ്റുകളെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. ഈ തെങ്കാശിപ്പട്ടണമൊക്കെ ഇറങ്ങിയ സമയത്ത് അന്നത്തെ വാരികയിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ രസകരമായ ഒരു സെറ്റ് കൂടിയായിരുന്നു അത് പണ്ടത്തെ സിനിമകൾക്കൊക്കെ ആ ഗുണമുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഇപ്പം മുമ്പേ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട സിനിമകളൊക്കെ അങ്ങനെയാണ്. ഈ കാരവൻ വരുന്നതിന് മുമ്പുള്ള കാലം. പക്ഷെ ഇപ്പം വേറെ നാട്ട് കാരവൻ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. നമ്മൾ അങ്ങോട്ട് പോകണ എല്ലാവരുടെ കയ്യിൽ മൊബൈലല്ലേ, അല്ല അവിടെ നോക്കി ഇവിടെ നോക്കി, അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും നിവൃത്തിയില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല, നമുക്കൊരു തമാശ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ആരെ എന്തും പറയാം, ആർക്കും ആരെപ്പറ്റി എന്തും പറയാം, ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ. കഴിഞ്ഞ ദിവസം ഉണ്ടായ കോൺട്രവേഴ്സി ഒക്കെ കണ്ടില്ലേ? അതൊക്കെ മാറണം. അത് അങ്ങനെയുള്ള നിയമങ്ങൾ, ശക്തമായ നിയമങ്ങൾ വേണം. എന്തുകൊണ്ട് നിയമങ്ങൾ ആയിക്കൂടാ വരുത്താൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ വരുത്തേണ്ടതാണ് അങ്ങനത്തെ നിയമം. എന്തുകൊണ്ട് കാശ്മീർ എന്തെങ്ങനെ പിടിച്ചു നിർത്തത്? ഒരു എന്താ അങ്ങനെ ലക്ഷ്യം, അങ്ങനെ യഥാർത്ഥ ലക്ഷ്യമുണ്ടെങ്കിൽ അങ്ങനെ വേണം. ഇപ്പം തന്നെ എന്ത് സാധാരണക്കാരൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇതൊന്നും വേണ്ട, നിങ്ങളെ തന്നെ പറയാം. അല്ല ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ സംഭവം മരണമോ, ചാനലെല്ലാവരും കൂടെ ചെല്ലുകയല്ലേ. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം നഷ്ടപ്പെട്ടോ, ഒരു മകൻ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇവരെല്ലാം അവിടെ യാതൊരു ദാക്ഷിണ്യമില്ല. നിങ്ങൾക്കൊരു അല്ല ആരോഗ്യം അനാരോഗ്യം എന്തോ ആയിക്കോട്ടെ, അത് 100% തെറ്റാന്ന് 100% തെറ്റാ. എനിക്കൊരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ന്യൂസ്. അതായത് ഞാൻ രാമലീല എന്ന സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ക്യാരക്ടർ മരിക്കുന്നു, ഒരു നേതാവാണ്. അപ്പോൾ എൻ്റെ ബോഡി കൊണ്ടുപോകുന്നൊരു ആംബുലൻസിൽ എൻ്റെ പടമൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന
അപ്പോൾ ആ ആംബുലൻസ് പടവും വെച്ചിട്ട് ഏതോ ഒരു കുബുദ്ധി എടുത്തിട്ട് ഞാൻ മരിച്ചു പോയത് സിനിമ ഷൂ. അപ്പോൾ അന്നേരം ഞാൻ എറണാകുളത്ത് ഇപ്പോൾ വീട്ടിലേക്ക് ഫോൺ ഞാൻ ഇപ്പോൾ വരാം എന്ന്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞ എൻ്റെ മൂത്ത സിസ്റ്റർ എറണാകുളത്തുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് ഇറങ്ങുന്നേ ഇപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മോൻ വിളിച്ചു, അച്ഛാ ഇങ്ങനെ കോളുണ്ട് കേട്ടോ, ഇങ്ങനെ സംഭവം പറഞ്ഞ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൊള്ളാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാർക്കും ഞങ്ങളെ ബാധിച്ചില്ല. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിഷമിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നവരെ ഫോണിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെ വിളിക്കാൻ പറ്റാതെ എൻ്റെ ഡ്രൈവർ, അയാൾക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല, അയാളും ഫോണില്ല, പറയാതിരിക്കാനും പറ്റുക. രാത്രി 2 മണി വരെ അങ്ങനെ. ഇതിനിടയ്ക്ക് ചാനലിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരാതി ഉണ്ടോ, പരാതി കൊടുത്തു എന്ന് ന്യൂസ് വരുന്നു. ഞാനിങ്ങനെ DIG കണ്ടു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ആരെയും കണ്ടില്ല, എനിക്കൊരു പരാതിയില്ല. എനിക്ക് സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയല്ലേ. അയ്യോ ഇത്ര എങ്ങനെയായിരിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏകദേശ രൂപം കിട്ടി എനിക്ക്. അതൊരു സന്തോഷം. അല്ല എന്തോ അറിയോ, ഇപ്പൊ ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ പിടി കിട്ടി എങ്ങനെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു ചാനലിൽ നിന്ന്, അപ്പോൾ ഞാൻ ആദ്യം എല്ലാ ചാനലുകളും വിളിച്ചപ്പോൾ എനിക്ക് പരാതി ഒന്നുമില്ല, അല്ല ഞങ്ങൾക്ക് ബൈറ്റ് വേണം. ഞാൻ ഇല്ല, സോറി, എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അത് പറയേണ്ട കാര്യമല്ല. അന്നേരം വൈകുന്നേരം ഒരു 11 മണിയായപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നു. ഞാനവിടെ വാതിൽക്കൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കേട്ടു ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇവിടെ അല്ല, അയാൾ ഇവിടെ തിരുവല്ലയിലാണ് എനിക്ക് ഡ്യൂട്ടി, പക്ഷേ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് എൻ്റെ ബൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട വിളിച്ചോണ്ട് ഞാൻ വന്നിവിടെ കസേരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പുള്ളിയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, എന്തെങ്കിലും ഇപ്പം നമ്മൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്തു. കൂടി 5 മിനിറ്റ് സംസാരിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നത് എടുത്തില്ല, അല്ല ക്യാമറ സെറ്റ് ചെയ്ത്. ഞാൻ സാധാരണ ഒരു വീട്ടിലേക്കാണ് നേരെ അടുക്കള വരെ കയറി ചെല്ലും. അത് ശരിയായ നടപടിയാണോ? ഒരിക്കലും അല്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ, പത്രസ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ വേറൊരു വകഭേദമാണത്. മാധ്യമപ്രവർത്തകർ മാത്രമല്ല പ്രവർത്തകയും അല്ല. ഞാൻ ചില വീടുകളിൽ എനിക്ക് വിഷമം തോന്നുന്നു. ചില അമ്മമാരൊക്കെ ഇന്നേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കരയുന്ന സമയത്തൊക്കെ വിളിച്ച് പറയുന്നു. പിന്നെ ന്യൂസുകൾ നമുക്ക് ആദ്യം കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ നെട്ടോട്ടമുണ്ട്. അതിനിടയ്ക്ക് അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും കൂട്ടായി ചേർന്നൊരു തീരുമാനം എടുക്കേണ്ടതാണ്. നമ്മൾ തൽക്കാലം അവിടെ ഉപദ്രവിക്കേണ്ടത് അതല്ല. തീർച്ചയായിട്ടും വേണ്ട. ഇത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയുണ്ട്. അത് നിങ്ങൾ മുമ്പിൽ തന്നെ പറയുന്നത്, എനിക്കല്ലാതെ ഒളിഞ്ഞെന്ന് പറയുന്നത് വളരെ മോശം. ചില വീടുകളിൽ പ്രത്യേകിച്ച് ചില അമ്മമാർ, അതെനിക്ക് ഭയങ്കര വിഷമമാണ്. കുഞ്ഞുങ്ങൾ അച്ഛൻ നഷ്ടപ്പെട്ടു, അല്ല അങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ഇതുകൊണ്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇത് മര്യാദകളാണ്. ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റം. അതെ. 2023 മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരമാണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞു 2024 മികച്ച നടനുള്ള പുരസ്കാരം ഓൺ ദ വേ ആണെന്ന് ഞാൻ പറഞ്ഞു. കിഷ്കിന്ദ കാണ്ഡം, അപ്പുപിള്ള. ഇല്ലല്ലോ ചേട്ടാ, സൂപ്പർബ് കേട്ടോ. താങ്ക് യു. ആ അപ്പുപിള്ളയുടെ മാനസിക സംഘർഷം അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ശരിക്ക് സാധിച്ചു? അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ? അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഡിമെൻഷ്യ എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിലൂടെ കടന്ന് പോയതാണോ അതോ? ഡിമെൻഷ്യ തന്നെയാണ്. അതെ. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവർ വായിച്ചിട്ട് എങ്ങനെ ചേട്ടാ എങ്ങനെ ഉള്ളത്? ഞാൻ ഗംഭീര സിനിമയായിരുന്നു, അത് ഉറപ്പാ. ഓടും ആൾക്കാർ കാണും. അതെനിക്കറിയാൻ മേല. ഇതാണ് ആദ്യം അവരോട് പറഞ്ഞത്. പക്ഷേ ഇത് ഫസ്റ്റിലെ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലുണ്ടല്ലോ. സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോൾ പോയി, ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിരുന്നു. ഡബ്ബിങ്ങും എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമല്ലോ, എൻ്റെ പല ഭാഗങ്ങളും കാണും. അവസാനം ഫുൾ ജനങ്ങളുടെ കൂടെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും ഞാൻ ആദ്യം വായിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോൾ പോലും ഇല്ല. അത്രമാത്രം എന്നെ അത് സ്വാധീനിച്ചു. പിന്നെ ആ ഡിമെൻഷ്യ ഞാനിതുവരെ കണ്ടില്ല. ഈ ഡിമെൻഷ്യ ഒരാളെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഡിമെൻഷ്യ ഇപ്പം 100 പേർക്കുണ്ടെങ്കിൽ 100 പേർക്കും 100 രീതിയിലാണ്. ഇതുപോലെയല്ല അത്. ഇപ്പം ചില ഈ അൾഷിമേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഈ ചില പ്രശ്നമുണ്ട്. ഈ കൈയുടെ ഇതില്ലേ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞത്, കൈ കൂട്ടി തിരുമ്മല്ലേ. ഒരുപാട് പേരെന്നെ വിളിച്ചു, അവരുടെ അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ. അതെ. അപ്പോൾ പലരും പറയുന്നത് അതാ എല്ലാ സിനിമയും കണ്ട് വിളിക്കുന്നതല്ല. അത് കണ്ട് എന്നെ വിളിച്ചു, ചേട്ടാ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ പറയാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വിളിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടനെ വിളിക്കാതിരിക്കാൻ പറ്റും. എന്തോ അവർക്കൊരു ഭാരം അവരുടെ തലയെ കൊണ്ടു കൊടുക്കുന്ന പോലെയാണ്.
ആ ക്യാരക്ടർ അത്രമാത്രം അവരിലേക്ക്, അത് എൻ്റെ മാത്രം കഴിവല്ലത്, ആ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. സ്ക്രിപ്റ്റ് ആദ്യം ഇയാളൊരു ഭയങ്കര മോശത്തിനാണെന്നൊക്കെ തോന്നും, പിന്നെ ഗ്രാജുവലായിട്ടാണ് ഇയാൾക്ക് എന്താ പ്രശ്നം എന്ന് തോന്നും, പിന്നീടാണിത് റിവീൽ ചെയ്തത് ഇയാൾ തന്നെയാണോ, ഇയാളാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ ഇയാളെ പറ്റി ഭയങ്കര ദുരൂഹതയാണ് തോന്നുന്നത്. ആ സസ്പെൻസ് അങ്ങനെ നിലനിർത്തി. അത് സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റാണ്. അവൻ്റെ ആദ്യ സ്ക്രിപ്റ്റാണ്. ഒരു ക്യാമറമാൻ ബാഹുൽ, അവൻ്റെ ആദ്യ സ്ക്രിപ്റ്റാണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഇയാൾ ആദ്യമേ കാണുമ്പോൾ ഇയാൾക്ക് ഈ രോഗമാണെന്ന് ആരും അറിയരുത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഈ മുടി ഇങ്ങനെ ചില പിടിക്കുന്നവരുണ്ട്, മുടി ഇങ്ങനെ കറക്കി, അങ്ങനെ ചില ആൾക്കാരുണ്ട് ഈ മുടി വാങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ താടിയുണ്ട്, താടി തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ, അങ്ങനത്തെ എന്ത് ചെറിയ മാനസം ഉണ്ടാകും. പക്ഷെ അത് പ്രകടമാകും, അങ്ങനെ പ്രകടമാകരുതെന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛന് ഈ നാടകം ഒരു ചാരുകസേന അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. ഇവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും, ഈ ബുക്കൊക്കെ താഴെ വെച്ചിട്ട് പേന ഈ കയ്യുടെ ഇവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ വിരൽ കൊണ്ട് ഒരു ചെറിയ ചിരിയൊക്കെ വെച്ച് ചിലപ്പോൾ എഴുതിയതിനെ പറ്റി ഓർത്തായിരിക്കും, അല്ലെ എഴുതാനുള്ളതിനെ പറ്റി. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ കൈ ഈ ഒരു ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഈ കഥ വായിച്ചപ്പോഴേ ഓർത്തെടുക്കാനുള്ള ശ്രമമാവാം, അല്ലെങ്കിൽ മറക്കാനുള്ള ശ്രമമാവാം, ഇത് റിവേഴ്സ് ചെയ്തത്. അപ്പം കൺഫ്യൂസ്ഡ് അയാൾ. ഞാൻ മുമ്പ് പറഞ്ഞു, മറ്റേ അപ്പൂപ്പൻ്റെ ബ്രീത്തിങ് സ്പീഡ് സ്ലോ ആയിരുന്നെങ്കിൽ കുറേ കൂടെ സ്പീഡാണ്. പുള്ളിക്കൊരു എപ്പോഴും ഒരു അജിറ്റേറ്റഡാണ് പുള്ളി. അല്ല ഇല്ലെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ അത് പുള്ളിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം മറക്കുന്നുണ്ട്. പിന്നെ ഓർക്കണമെന്ന് തോന്നുന്ന കാര്യം ഓർക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങനത്തെ ഒരു ഡയലമേലാണ് ഈ അവസ്ഥ നമ്മൾ വിചാരിച്ചാൽ മതി. അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അത് ഈ അഭിനയിക്കുന്ന വെച്ചാൽ മുഖം കൊണ്ടല്ല അഭിനയിക്കുന്നത്, മനസ്സുകൊണ്ടാണ്. മനസ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് പെട്ടെന്ന് അത് വരുത്താം. സിനിമ വേണമെന്നില്ല, അങ്ങനെ അവസരം. അത് ഇയാൾക്ക് ഇത് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൂടും, അവരുടെ കയ്യിലേക്ക് വരും. കയ്യിലേക്ക് വന്ന് ഒരു കൈ മതിയാകാതെ, അപ്പോൾ ടെൻഷനും കൂടി കഴിഞ്ഞാൽ ഈ കൈ തന്നെ വേദനയൊക്കെ എടുക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും പിന്നെ അടുത്ത കൈയിലേക്ക് പിടിക്കും, 2 കൈയോ, ശരീരം മൊത്തം വ്യാപിക്കും. അതല്ല ലാസ്റ്റ് സ്പ്രിംഗർ മസിൽ വരെ ലൂസായി പോകും, അതാണ് മൂത്രം ഒഴിച്ചു പോകുന്നത്. അതൊരു അവസ്ഥയാണത്. നമ്മളെ അവസ്ഥ നമുക്ക് ഉണ്ടാവണം. നമ്മൾ കാണിച്ച ഡോണ്ട് ഷോ ബി ദാറ്റ് എന്നാണ് പറയുന്നത് അഭിനയത്തിൽ. നിങ്ങളൊന്നും കാണിക്കണ്ട, നിങ്ങളതാവണം. പ്രേക്ഷകനും അതിനെ താനൊന്നും കാണിക്കാൻ പോകും, ഞങ്ങൾ കണ്ടോളാം. പ്രത്യേകിച്ച് സിനിമയിൽ നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ വരുന്നത്. നാടകം അതല്ല, നിങ്ങൾ പറയേ, ഞങ്ങൾ കേൾക്കാം. മനസ്സിലായോ? മറ്റേ സിനിമയിലല്ല, നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ കണ്ടോളാം. അപ്പോൾ കാണാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നിടത്ത് നമ്മൾ കൂടുതൽ വർത്തമാനം പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മളുടെ ഉണ്ടാകണം. അതാണ്, മുഖം കൊണ്ടൊന്നും കാണിക്കണ്ട. അതൊരു ടെക്നിക്കൽ ആക്ടിംഗ് എന്നാ പറയില്ല, അതല്ല. ഈ അഭിനയത്തിൽ സ്വാധീനിച്ച നടൻ ആരാണ്? ഇപ്പൊ അച്ഛൻ എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായിരിക്കും താങ്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. പക്ഷെ എങ്കിലും ഈ നമ്മുടെ ചലച്ചിത്രങ്ങളിലല്ല, എൻ്റെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള നടി അല്ലെങ്കിൽ നടൻ അച്ഛനാണ്. എൻ്റെ എല്ലാം. പക്ഷെ ചിറ്റയാണ് എനിക്ക് ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ചിറ്റ ഒരു ക്യാരക്ടർ. ഉദാഹരണം പറഞ്ഞാൽ ഒരു നാടകത്തിൽ കണക്ക് ചമ്പകരാൻ നാടകം, അതിനകത്ത് ഒരു വലിയ നടുവ് പുറകോട്ട് വളഞ്ഞു പോകുക. അപ്പം അങ്ങനെ പുള്ളി വരുന്നൊക്കെ. ചിറ്റത് ഗംഭീരത്തിൽ നമുക്ക് അങ്ങനെ ആളാന്നേ തോന്നുള്ളൂ. അതിനിടയ്ക്ക് ആ നാടകത്തിൽ ഒരു സീക്വൻസ് ഉണ്ട്, കുറേ മാഗസീൻ. അപ്പോൾ ഈ അമ്മൂമ്മ എല്ലാ മാഗസീനും വായിക്കും. പുള്ളി പല രോഗങ്ങളുണ്ട്. മകനോട് പറയടാ, ഇതിനകത്തുള്ള പല രോഗങ്ങളും എനിക്കുണ്ട്, ഞാനൊരു കത്തെഴുതിയിട്ട് ഈ എല്ലാ പത്രാദികൾക്കും ഒന്ന് അയച്ചു കൊടുക്കാം. പല ഡോക്ടർമാരും അവരുടെ മറുപടി കത്തിനകത്ത് കാണുമല്ലോ എൻ്റെ രോഗം. അങ്ങനെ രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് എല്ലാ മാഗസീനും വായിക്കുന്ന അമ്മൂമ്മ. അപ്പോൾ ഈ മാഗസീൻ കൊണ്ടുവന്നിട്ട് ബാല ഇങ്ങനെ മേശപ്പുറത്തോട് ഇടും. അങ്ങനെയാണ്. പിന്നെ വർത്തമാനമൊക്കെ പറയും. ഒരു ദിവസം ഇട്ടപ്പോൾ ഇതെല്ലാം സ്ലിപ്പായിട്ട് അതിനകത്ത് എൻ്റെ ഈ നല്ല പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള മാഗസിൻ ഉണ്ടായിരുന്നു, എല്ലാം ചെതറിക്ക് സ്റ്റേജിൽ വീണു. ചുറ്റേ ഞാൻ മകനെ ബാലനായിട്ട് അറിയാം. പിന്നെ ഒരു വളിച്ച ചിരി, അപകടം പറ്റുമ്പോൾ എന്നിട്ട് പുള്ളി പതുക്കെ ഈ നടുവിങ്ങനെ ഈ ആ നടുവ്
ഇങ്ങനെ ഒരു മാഗസിൻ എടുത്തു. അപ്പോൾ ആൾക്കാർ ചിരിച്ചു. നമ്മുടെ ചിത്ത വേറെ രീതിയിൽ വേറെ മാഗസിൻ. ഇതൊരു 5 മിനിറ്റ് ചിത്തയുടെ പെർഫോമൻസാണ്. അത് ഈ മാഗസിൻ എടുത്ത് നോക്കി അവസാനം എല്ലാം ചുരുട്ടിക്കൂട്ടി വെക്കുന്നു. ആൾക്കാരങ്ങോട്ട് ചിരിച്ചിട്ട് പിന്നെ ചിത്ത എല്ലാ ദിവസവും മനഃപൂർവ്വം ഇങ്ങനെ വരും. മനഃപൂർവ്വം ഇട്ടിട്ട് ഇത് നമ്പറാക്കി. അതൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഇത്രയും ഡയലോഗൊന്നുമില്ല, വെറുതെ ആൾക്കാരെ നമ്മുടെ ഇവിടുത്തെ ജസ്റ്റേഴ്സ് കൊണ്ടും മൂവ്മെൻറ്റ്സ് കൊണ്ടും മാത്രം പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞാൽ. അതുപോലെ പട്ടാളം ഭവാൻ എന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞു ക്രോസ് ബെൽറ്റ് നാടകത്തിൽ. അപ്പം അച്ഛൻ ആ നാടകം പ്രിൻ്റ് ചെയ്തപ്പം അതിനകത്ത് എഴുതിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ പട്ടാളം ഭവാനി ഓമനയ്ക്കൊന്ന്. നാടകകൃത്ത് പോലും അദ്ദേഹം വിചാരിക്കുന്നതിന് അപ്പുറമായ ക്യാരക്ടർ. അച്ഛനൊരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഈ ക്യാരക്ടർ. ചിറ്റൻ പിന്നെ അച്ഛൻ നീ അത് നിൻ്റെ ഇഷ്ടമാണ് ചെയ്തോളാൻ പറഞ്ഞു. ഒന്നും പിന്നെ അച്ഛനൊന്നും പറയില്ല. പിന്നെ കറക്റ്റാ മോള് നീ ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ എല്ലാ നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. അല്ല പിന്നെ കാവാലിൻ്റെ കടയ്ക്കാവൂർ അത്ത, അതായത് കടയ്ക്കാവൂരുകാരത്തിയാണ്. പണ്ട് ബോംബെ പോയി തൊഴിൽ മറ്റേ കുഴപ്പമായിരുന്നു. ഇപ്പം വയസ്സായി. എന്നാലും പുള്ളി ഒരു നടത്തിപ്പൊക്കെ ആയിട്ട് ഞാൻ ഇപ്പം പുള്ളി രസം കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ തലയ്ക്ക് വെച്ചൊരു കുണുക്കമുണ്ട് പുള്ളിക്ക്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം പുള്ളി. പിന്നെ നോട്ടം ചിരിയും. അപ്പം അതും ഇതുവരെ എനിക്കതിലുണ്ടാ. അതുപോലെ ഒരു പ്രേതലോകത്തിനകത്തൊരു തെരുവ് തെണ്ടിയായിട്ടുണ്ട്. പണ്ട് വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം കൊണ്ട് ചേന, സ്വന്തം കൊണ്ട് വാഴക്കൊല, സ്വന്തം കൊണ്ട് ചക്ക ഒക്കെ ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പം എല്ലാം ക്ഷയിച്ചു പോയി എന്ന് പറയുന്ന ഒരു വല്യമ്മ. അതൊക്കെ ചിത്രം ബോഡി ലാംഗ്വേജാണ്. ഞാനിങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു വലിയ വിഗ്രഹം വാങ്ങി ചിത്രയാണ്. അച്ഛനാണ് ഞാൻ പറഞ്ഞില്ല. ബാക്കി ടെക്നിക്കൽ സൈഡും അതും ഇതൊക്കെ അച്ഛൻ. പിന്നെ ഞങ്ങൾ നാടക ട്രൂപ്പിൽ അഭിനയിച്ച ഒരുപാട് നടനന്മാരുണ്ട്. കോട്ടയം മത്സരം, നെന്മാർ മണി, വൈക്കം സുകുമാരൻ നായർ, എസ് ജയദേവ്, രാംബിദേവിൻ്റെ അച്ഛൻ എസ് ജയദേവ്, ബി പി ചേട്ടൻ, നമ്മുടെ ഉർവശിയുടെ അച്ഛൻ ബി പി നാരിയേട്ടനാണ് ആദ്യമായിട്ട് ഞാൻ 7 വയസ്സുള്ളപ്പോൾ അഭിനയിക്കുമ്പോൾ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാരൊക്കെ അഭിനയിക്കുന്നത് കണ്ടും കേട്ടും അറിഞ്ഞു. പക്ഷേ ഈ നാടക രംഗത്തുള്ള വളരെ ചുരുക്കം കലാകാരന്മാർക്ക് മാത്രമല്ല സിനിമയിൽ അല്ലേ മുഖം കാണിക്കാൻ. അതിനകത്ത് തന്നെ ഒരു വേറെ പ്രശ്നമുണ്ട്. നാടകത്തിൽ സ്റ്റേജും സിനിമയുടെ എൻറ്റയർ ഡിഫറെൻ്റാണ്. രണ്ടും അഭിനയമാണ്, എൻറ്റയർ ഡിഫറെൻറ്റ് മീഡിയയാണ്. നമ്മുടെ മറ്റേത് നാടകം കാണാൻ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ താൻ പറയും ഞങ്ങൾ കേൾക്കാം. ആ നാടകം 90% ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത്. ഒരു 3ാമത്തെ റോയ്ക്ക് അപ്പുറത്തിരിക്കുന്നവർക്ക് നമ്മുടെ മുഖം ശരി കണ്ടുകൂടും. സിനിമ അതല്ല. സിനിമ നമ്മുടെ കണ്ണിലെ ഒരു ഗ്ലെയർ പോലും പ്രേക്ഷകന് കാണാൻ പറ്റും. ഒരു പെണ്ണിനെ വെറുതെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഇഷ്ടം എന്ന് പറയണ്ട. സിനിമയിലല്ല, ഈ 8 നാട് പൊട്ടെ ഐ ലവ് യു എന്ന് വിളിച്ച് പറയണം. എന്നാൽ റിയലിസ്റ്റിക് ആണെന്ന് തോന്നുകയും വേണം. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് റിയലിസം അതാണ്. ഇപ്പം നമ്മൾ റിയലിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കല റിയലിസ്റ്റിക് അല്ല. എല്ലാം ഒരു പ്ലസ് ഉണ്ടാവും. അപ്പോൾ സിനിമയിൽ ഒരു പ്ലസ് ആണെങ്കിൽ നാടകത്തിൽ ഒരു പ്ലസ്സും കൂടെ ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോഴേ നമ്മളതിൻ്റെ തോന്നണം. ഇപ്പം ഈ പൂക്കാലത്തിനധികം അപ്പം ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അല്ല നാടകത്തിൽ അഭിനയിക്കുകയാണ്, എൻ്റെ വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടെ ചടുലമാവുകയാണ് അവിടെ മൂവ്മെൻറ്റ്സൊക്കെ. നോട്ടം ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നതിന് പകരം ചിലപ്പോൾ നീ തിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ നോക്കും. ആ മൂവ്മെൻറ്റും അതുകൊണ്ടൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ശബ്ദം. ഓണക്കാലമാണ്, നമുക്കിനി ഓണം അല്ല നമുക്ക് നാടകത്തിലൂടെയും സിനിമയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ല എനിക്ക് ഈ ഓണം എന്ന് സത്യം പറയണ്ടേ, ഇപ്പോഴാണ് പിന്നെ ഓണം ഉള്ളത്. പണ്ട് നാടകം കളിക്കുന്ന കാലത്ത് ഓണമൊന്നുമില്ല. എന്നുവെച്ചാൽ ഓണം, വിഷു, ക്രിസ്മസ് ഇതുപോലുള്ള എല്ലാ വിശേഷ ദിവസവും നാടകം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ മിക്കവാറും രാവിലെ പോകും, അല്ലെങ്കിൽ ഉച്ചയ്ക്കും പോകും. ചിലപ്പം ഇവിടുന്ന് ഓണത്തിനൊക്കെയാണ് ഭക്ഷണം കൊണ്ട് വഴിയിൽ വെച്ച് ഞങ്ങൾ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ചിലപ്പം ഇവിടെ വരാൻ പറ്റിയില്ല, വേറെ എവിടെയെങ്കിലും ലോഡ്ജിലൊക്കെ താമസിക്കായിരിക്കും. അവിടുന്ന് ആരെങ്കിലും കൊണ്ടു തരുന്നതായിരിക്കും ഓണം. അപ്പോൾ അതൊന്നൊരു വിശേഷ ദിവസങ്ങൾ ശരിക്കും. ഈ കുട്ടിക്കാലത്ത് മലേഷ്യയിലായിരുന്നല്ലോ അല്ലേ? അത് അവിടുത്തെ ഓണമൊന്നും അവർക്ക് 5-6 മാസം എനിക്ക് ഓർമ്മ പോലും ഇല്ല. എനിക്ക് ഒട്ടും ഓർമ്മയില്ല. എൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അമ്മയുടെ മടിയിലിരിക്കുന്ന ഫോട്ടോ, അതേ ഉള്ളൂ. ഒന്നുമില്ല, അതിനെപ്പറ്റി ഓർമ്മയില്ല. പിന്നെ ഈ പൂക്കളം ഇടുന്ന പതിവൊക്കെ ഉണ്ടോ വീട്ടിലുള്ള? പണ്ട് അമ്മയുടെ വീട്ടിൽ ഞങ്ങളെല്ലാം കൂടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ എൻ്റെ ചേട്ടനും അമ്മയുടെ അനിയത്തിലെ മക്കളൊക്കെ ഉണ്ട്. അവരെ കൂടെ അങ്ങനെ പൂക്കൾ. അപ്പം എന്നാലും എന്നെ പൂവിടാൻ സമ്മതിക്കില്ല. ഞാൻ കൊച്ചാ. അപ്പോൾ എന്നെ പൊട്ടിക്കാനും
അത്രേ ഉള്ളൂ. കുറച്ച് അസിസ്റ്റന്റ് റോളാണ്. assistant role ഇടാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് അത് അവരോടൊക്കെ പുച്ഛവും ദേഷ്യവുമായിരുന്നു. നമുക്കങ്ങനെ വേദി കിട്ടിയിട്ടില്ല. അപ്പൊ അതൊന്നും എനിക്ക് സിനിമ സെറ്റിലും ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നുവരെയും സിനിമ ഇപ്പൊ പിള്ളേരായപ്പിന്നെ കൊച്ചു പിള്ളേരായപ്പിന്നെ വീട്ടിൽ സുമ വിളിക്കും, അങ്ങനെ വരും. അല്ലെങ്കിൽ ഞാൻ എത്ര സിനിമയ്ക്ക് ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ. അപ്പോൾ അന്നേരം ഓണസദ്യ ഉണ്ടാക്കും അവിടെ വഴിയിൽ ഒരിക്കലും എറണാകുളത്ത് റോഡ് സൈഡിലിരുന്നായിരുന്നു ഞങ്ങൾ ഒരു കടയുടെ തിന്നാല് ഇന്ന് ഓണം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്കൊരു രസം എന്തായാലും പണ്ടത്തെ ഓണത്തിന് അത്ര രസമുണ്ടെന്ന് തോന്നുന്നില്ല. ഇഷ്ടമുള്ള ഓണപ്പാട്ട് ഏതാ? ഒരുപാട് പാട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത്. അങ്ങനെ ഓണപ്പൂവേ പൂവേ എന്നൊരു പാട്ടില്ല, അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നില്ല പെട്ടെന്ന് പേര് കേൾക്കുമ്പോൾ. അല്ലാതെ സാഹിത്യമോ സംഗീതമോ ഒന്നും ആയിരിക്കില്ല ഇപ്പം പെട്ടെന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഉള്ളത് കൊള്ളാം അല്ലേ.